ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു കാര്യം, നമ്മുടെ വീട്ടുമുറ്റത്ത് നമുക്ക് ആവശ്യമായ എല്ലാ ചെറിയ ചെറിയ ഫല വൃക്ഷത്തൈകളും വച്ച് പിടിപ്പിക്കാം. അത് വച്ച് പിടിപ്പിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, ബഡ് തൈകളാണെങ്കിലാണ് നമുക്കത് പെട്ടെന്ന് കായ്ഫലം തരുന്നത്. അതിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ ഒരു നഴ്സറി നടത്തിയിരുന്നു, ശിവപാർവതി ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ടൊരു നഴ്സറി നടത്തിയിരുന്നു. ആ സമയത്ത് ഞാനൊരു 3-4 തൈകൾ ഞാൻ എൻ്റെ മുറ്റത്ത് വച്ച് പിടിപ്പിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ട എനിക്കിഷ്ടമുള്ളതാണ് ചാമ്പ. ആ ചാമ്പ തൈയാണ് ഈ നിൽക്കുന്നത് ഗൈസ്. ഇതിൽ നിറച്ച് ചാമ്പങ്ങ ഉണ്ട്, കണ്ടോ ഗൈസ്, കാണുന്നുണ്ടോ? ഇതാണ് ചാമ്പ. ഈ ചാമ്പ നമുക്ക് എന്താണെന്ന് വെച്ചാൽ വളരെ ഉപകാരപ്രദം. നമ്മുടെ കൈകൊണ്ട് തന്നെ ഇത് എത്തി പറിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് കണ്ട ഗൈസ്, ഇതാണ് നിറച്ചുണ്ട്, കണ്ട. ഇത് നല്ല വെള്ള ചാമ്പയാണേ, നന്നായിട്ട് മുഴുത്ത് നമുക്ക് കിട്ടും. മുഴുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനും നല്ല രസമുള്ള ഒരു ചാമ്പയാണ്. അതുപോലെ ഇത് കഴിച്ചാൽ ഇത് കാണും, നിറച്ചുണ്ടായി കിടക്കുന്നുണ്ട്. ഇതിങ്ങനെ നിറച്ചുണ്ടായി കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിന് ഞെട്ടുറപ്പ് കുറവാണ്, അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് താഴെ വീണ് പോകും. ഇപ്പോൾ എന്തെങ്കിലും പക്ഷികൾ വന്നിരുന്ന് കുത്തിക്കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ കൊലയോടെ താഴെ പോകും. പക്ഷേ എങ്കിലും അത് കഴിക്കാൻ നല്ല രസമാണ്. അതിലധികവും ധാരാളം വെള്ളം അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നല്ല മുഴുത്ത ചാമ്പയാണ് കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള ചാമ്പത്തൈകളെല്ലാം നമ്മുടെ വീടുകളിൽ വച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ ചാമ്പങ്ങ. വെള്ളയാണിത് കേട്ടോ. ഇതിൻ്റെ പൂ കാണാനും വളരെ ഭംഗിയാണ്. ഇതിൻ്റെ പൂവിന് വെള്ള നിറം തന്നെയാണ്. അത് നിറച്ചിങ്ങനെ താഴെ വീണ് ഈ കുങ്കുമപ്പൂവിൻ്റെ ഇതള് പോലെ കിടക്കും. നല്ല രസമാണ്. അപ്പം ഇതുപോലെയുള്ള ചാമ്പകളെല്ലാം നമ്മൾ നട്ട് പിടിപ്പിക്കണം. ബഡ് തൈകൾ നമ്മൾ എത്രയോ പൈസ ചിലവാക്കുന്നുണ്ടല്ലേ, നമ്മുടെ വീട്ടുമുറ്റത്ത് ഇതിങ്ങനെ ഉണ്ടായി കിടക്കുകയാണ്. നമ്മളിത് കഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു മനസ്സിന് സംതൃപ്തി കിട്ടും. നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ടായ ഒരു വസ്തു നമ്മൾ പറിച്ച് ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ ഗൈസ്, അതാണ് ഭയങ്കര സന്തോഷം തോന്നുന്നത്. അതുപോലെ തന്നെ പേരയുണ്ട്, പിന്നെ ബഡ് മാവ്. ഇതാണ് എൻ്റെ ബഡ് മാവ്. അതുപോലെ പിന്നെ ഞാൻ വെച്ചുപിടിപ്പിച്ചിട്ടുള്ളതാണ് അൽഫാം എന്ന് പറഞ്ഞ ചെടിയില്ലേ, അതിൻ്റെ തൈയാണ്, കായ്ക്കാറായിട്ടുണ്ട്. അതുപോലെ ഇത് റൂപ്ലിത്തൈ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ലൂബിക്ക എന്ന് പറയുന്നത്. നമുക്ക് അച്ചാറിടാനും അതുപോലെ നല്ല രസമാണ്. ചുമന്നിങ്ങനെ ഉണ്ടായി കിടക്കുന്ന ഒരു കായാണത്. അതുപോലെ വേറൊരു മരമാണിത്. ഇതെന്താണെന്നറിയാമോ? ലിച്ചിയാണ്. ഇതിൻ്റെ ഇല നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതിൻ്റെ ഇല ലിച്ചി ഇതിലൊരു പ്രാവശ്യം ഉണ്ടായി കേട്ടോ ഗൈസ്. ആ സമയത്ത് എനിക്ക് യൂട്യൂബില്ലായിരുന്നു, അതുകൊണ്ട് എനിക്കതെടുക്കാൻ സാധിച്ചില്ല. പിന്നെ നമുക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും തന്നെ നമ്മുടെ വീട്ടുവളപ്പിൽ വച്ച് പിടിപ്പിക്കണം. ഇത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കുരുമുളക്, അതുപോലെ ആത്ത, മുള്ളാത്ത, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും എൻ്റെ വീട്ടിൽ ഞാൻ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഇതുപോലെ തന്നെ ബഡ്, ചാമ്പ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വച്ച് പിടിപ്പിക്കണം ഗൈസ്. നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഒരു നേരം പോകിന് നമ്മുടെ വീട്ടുമുറ്റത്തു നിന്ന് തന്നെ പറിച്ച് അത് തിന്നുമ്പോൾ നമുക്കൊരു സംതൃപ്തിയാണ്, ഒരു സന്തോഷമാണ്. അതുപോലെ തന്നെ മറ്റാർക്കെങ്കിലും പറിച്ചു കൊടുക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അത് വളരെ വലുത് തന്നെയാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുന്നു. എൻ്റെ ചാമ്പമരം കണ്ടല്ലോ, ഇനി ഓരോന്നും കായ്ക്കാറായിട്ടുണ്ട്. അപ്പോഴേ വീണ്ടും എല്ലാം കാണിക്കാം ഗൈസ്. ഓക്കെ, ബൈ.